നമ്മൾ 2023 ആദ്യത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വർഷം അതായത് 2022 ഡിസംബറിലാണ് നമ്മൾ വണ്ടി എടുത്തിട്ട് ഒമാനിൽ പോയിട്ട് ഒരു ദിവസം കൊണ്ട് തിരിച്ചു വന്നത്. അതായത് 24 മണിക്കൂറിനുള്ളിൽ UAE നിന്ന് പുറപ്പെട്ട് ഒമാനിലെത്തി അവിടെ മസ്കറ്റ് സോഹാറൊക്കെ കറങ്ങിയിട്ട് തിരിച്ചു വന്ന വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 2-3 എപ്പിസോഡായിട്ടാണ് ഇട്ടിട്ടുള്ളത്. അതിനുശേഷം 2022 കഴിഞ്ഞു, ന്യൂ ഇയർ വന്നു, 2023 വന്നു. നമ്മൾ ആ സമയത്തൊന്നും വീഡിയോ ചെയ്തില്ല, കുറച്ച് തിരക്കുകളിലൊക്കെ ആയിപ്പോയി. പിന്നെ അങ്ങനെ വേറെ സ്ഥലങ്ങളിൽ പോകാനും സമയം കിട്ടിയില്ല. അപ്പം ഇന്ന് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയോണ്ട് നമ്മൾ UAE തന്നെയുണ്ട്. അജ്മാനിൽ ഒരു വൈകുന്നേരങ്ങളിൽ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. നല്ല അടിപൊളി വൈബാണ്. നമുക്ക് വന്നിട്ട് ഭക്ഷണം കഴിക്കാം, ചില്ലൗട്ട് ചെയ്യാം, നടക്കാം. നല്ല വേറെ ഒരു വൈബ് സ്ഥലം ഒരു അജ്മാനിലുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണുന്നത്. വെൽക്കം ടു NMC Viewfinder. ദിസ് ഈസ് നൗഫൽ. അങ്ങനെ 2023 ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടോ, ഷാർജയിൽ നല്ല മഴയാണ് ഇപ്പോൾ. നല്ല കിടിലം മഴ. നല്ല നാട്ടിലൊക്കെ ഉള്ള കാലാവസ്ഥയില്ലേ, അതുപോലുണ്ട്. 6 മണി സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ടാണ്. നമ്മുടെ നാട്ടിൽ 4 മണി ആ സമയത്തൊക്കെ കാണുന്ന ഇരുട്ടാണ് 6 മണിക്കൊക്കെ കാണുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, മൂടിക്കെട്ടിയ കാലാവസ്ഥ, മഴ. അങ്ങനെ നമ്മൾ നല്ലൊരു ചാറ്റൽ മഴയൊക്കെ കഴിഞ്ഞ് നല്ല മൂടിക്കെട്ടിയ കാലാവസ്ഥയൊക്കെ ആയിരുന്നു നേരത്തെ. അതൊക്കെ മാറി മറിഞ്ഞ് ഇപ്പം നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഇപ്പം രാവിലെയാണ്, അപ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചൂടും ഇപ്പോൾ കൂടി വന്നിട്ടുണ്ട്. നേരത്തെ കണ്ടിരുന്ന മഴയുടെ കാലാവസ്ഥയൊക്കെ മാറി മറിഞ്ഞു. ഇപ്പോൾ പെട്ടെന്നാണ് ഇതുപോലെ കാലാവസ്ഥ ചേഞ്ചൊക്കെ വരുന്നത്. സോ ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് അജ്മാനിൽ അൽ-നഖീൽ 2-ൽ മർസ എന്നൊരു സ്ഥലമുണ്ട്. ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണാൻ പറ്റും. സോ നല്ലൊരു സ്പോട്ടാണ് ഇവിടെ. ഇവിടെ നിങ്ങൾ വരേണ്ട സമയം ശരിക്ക് രാവിലെ ഉച്ചക്കൊന്നല്ല, നിങ്ങൾ വൈകിട്ട് ഒരു 3 മണിക്ക് ശേഷം അല്ലെങ്കിൽ 5 മണിക്ക് ശേഷമൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇവിടെ ആസ്വദിക്കാൻ പറ്റും. കാരണം ഇപ്പോഴൊന്നും ഇവിടെ ഒരു ലൈവ് അല്ല, ഈവനിങ് ആണ് ഇവിടെ നല്ലൊരു വൈബ് ഉണ്ടാവുക. കാരണം ലൈറ്റിങ്ങും പിന്നെ അതുപോലെ തന്നെ ഈവനിങ് ആകുമ്പോൾ വെയിലൊക്കെ കുറഞ്ഞിട്ട് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കറങ്ങി അടിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ആൾക്കാർ കൂടുതലും ഭക്ഷണം കഴിക്കാനും റെസ്റ്റോറൻറ്റ് തേടിയും ഒക്കെയാണ് വരുന്നത്. മാത്രമല്ല ഇവിടെ ചുറ്റുപാടൊക്കെ നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് വന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടുത്തെ ഒരു വൈബ് എന്താണെന്നുള്ളത്. സോ ഇവിടുന്ന് ബോട്ടിംഗ് സർവീസും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വന്ന സമയത്ത് അതൊന്നും അവൈലബിൾ അല്ലായിരുന്നു, കാരണം റൈറ്റ് ടൈമല്ല നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു പ്ലേ ഏരിയയും അതുപോലെ തന്നെ പെയ്ഡായിട്ടുള്ള പിന്നെ കുട്ടികളുടെ കളിക്കേണ്ട കുറച്ച് ഏരിയകളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ് കൗണ്ടറുകളും പിന്നെ നിങ്ങൾക്ക് സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അതും ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ഇവിടെയുണ്ട്. അതും നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണാം, എൻജോയ് ചെയ്യാം. സോ വ്യത്യസ്തമായ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് കാണാനും അനുഭവിക്കാനും പറ്റുന്നൊരു സ്ഥലമാണ് മർസ അജ്മാൻ എന്ന് പറയുന്നത്. സോ അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നൊക്കെ കാണുന്നത്. അതിനിടയിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പഴയ വീഡിയോകളൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. നമ്മൾ ഒമാൻ സീരീസ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലൊക്കെ. സോ താങ്ക് യു വെരി മച്ച്. ഇനി അതുപോലെ തന്നെ പഴയ സീരീസുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക.
അങ്ങനെ പാർക്കിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇവിടെ കറക്റ്റായിട്ട് ബോർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ ശ്രദ്ധിക്കുക. സോ എന്തൊക്കെ ഇവിടെ അലൗഡ് ആണ്, അലൗഡ് അല്ല എന്നുള്ളത് ആദ്യം നമ്മൾ തിരിച്ചറിയുക, എന്നിട്ട് അതിനനുസരിച്ചിട്ട് പെരുമാറുക എന്നുള്ളതാണ്. സോ ആസ് എ ട്രാവലർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. നമുക്ക് വെറുതെ വന്നിരിക്കാനും സോ അത്യാവശ്യം ഫുഡ് കഴിക്കാനൊക്കെ പറ്റുന്ന ഒരു നല്ലൊരു ഏരിയ ആണ്. സോ നിങ്ങൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ നമ്മുടെ നഗരങ്ങളിൽ നിന്നുള്ള തിരക്കിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനൊരു സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ ഒരു റിലാക്സേഷൻ നമുക്ക് ശരിക്കും ഫീലാവും. പ്രത്യേകിച്ച് നമ്മൾ വർക്ക് ചെയ്ത് നമ്മളെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. ഡിപ്പെൻസ് ആണ് ഓരോരോ ആൾക്കാരുടെ മൈൻഡും മെൻറ്റാലിറ്റിയും ഇഷ്ടങ്ങളും ടേസ്റ്റും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ട കാര്യമാണ് ഇവിടെ പറഞ്ഞത്. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളധികം കണ്ടു മടുക്കാത്തൊരു ഡിസൈനിലാണ് ഇവിടുത്തെ ഓരോ കെട്ടിടങ്ങളും അവർ നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ യൂണിഫോമിറ്റി അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരുപോലുള്ള കുറേ ബിൽഡിങ്ങുകൾ കാണാം. ഓരോന്നിലും റെസ്റ്റോറൻറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട പല ആക്ടിവിറ്റീസും നടക്കുന്ന സ്ഥാപനങ്ങളാണ് അവിടെ റൺ ചെയ്ത് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ക്ലീനിൻ്റെ കാര്യം, പിന്നെ UAEയിൽ ക്ലീനിൻ്റെ കാര്യം എടുത്തു പറയേണ്ട കാര്യമില്ല. എല്ലായിടത്തും നല്ല ക്ലീനായിരിക്കും. പ്രത്യേകിച്ച് ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പബ്ലിക് സ്പേസിലൊക്കെ ഭയങ്കര ക്ലീനായിരിക്കും. പിന്നെ അവിടുത്തെ ആംബിയൻസൊക്കെ നിലനിർത്തിയത് ഭയങ്കര രസകരമാണ്. പിന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കുക എന്നതല്ല, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതിനാണ് നമ്മൾ മാർക്ക് കൊടുക്കേണ്ടത്. പല കാര്യങ്ങളും നമുക്ക് വേണമെങ്കിൽ കുറേ ഫണ്ട് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ വൺസ് നമ്മൾ അങ്ങനൊരു സ്ഥാപനം തുടങ്ങുകയോ അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യുകയോ ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ നെക്സ്റ്റ് കടമ്പ എന്ന് പറയുന്നത്. സോ അത് പ്രോപ്പറായിട്ട് ഇവിടെ ചെയ്ത് കണ്ടിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ലൊക്കേഷൻ ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ അജ്മാൻ ഹോട്ടലിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല വിശാലമായ കാർ പാർക്കിങ്ങും ഇവിടെയുണ്ട്.